വെൽക്കം ബാക്ക് ടു ഗിസ്മോങ്ക്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഒരു ടി വി എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ്. ഇന്നത്തെ മാർക്കറ്റിൽ എത്രയോ അധികം പല പല ടെക്നോളജീസും പല ഡിഫറെൻറ്റ് മാനുഫാക്ചറേഴ്സും പല സൈസസ് ഓഫ് ടി വിസും എല്ലാം അവൈലബിൾ ആണ് പല ബഡ്ജറ്റിലും. അപ്പോൾ എങ്ങനെയാണ് ഇതെന്നെല്ലാം നല്ലൊരു ടി വി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക, അതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കുറേ റിസർച്ചൊക്കെ ചെയ്ത് പല ടെക്നോളജീസ് ടി വി ടെക്നോളജീസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലർ ജസ്റ്റ് ഇതിലേക്കെല്ലാം ന്യൂ ആയിട്ട് സെർച്ച് ചെയ്യുന്നതായിരിക്കും ഒരു പുതിയ ടി വി വാങ്ങുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ LED പല ടെക്നോളജീനെ പറ്റിയും കേട്ടിട്ടുണ്ടാവും. LED, QLED, മിനി LED, QNED, OLED, പിന്നെ ഈ OLEDൻ്റെ ലേറ്റസ്റ്റ് ടെക്നോളജീസായ MLA OLEDയും QD OLEDയും. അതെ, ഇത് വളരെ കൺഫ്യൂസിങ് ആണ്. ഈ എല്ലാ ടെക്നോളജീസും എന്താണ് ഡിഫറൻസ് ഈ ഒരു ടെക്നോളജീസ് തമ്മിലുള്ളതെന്നും ഏതാണ് നിങ്ങൾക്ക് സൂട്ട് ചെയ്യുന്നതെന്നുള്ളതും നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായത് എന്താണെന്നുള്ളതും കണ്ടുപിടിക്കാൻ വളരെ കൺഫ്യൂസിങ് ആണ്. പക്ഷേ ട്രസ്റ്റ് മീ, ഇന്ന് നമ്മളത് എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് എങ്ങനെയാണ് ഏതാണ് ബെസ്റ്റ് ടെക്നോളജി നിങ്ങൾക്ക് നിങ്ങളൊരു ബഡ്ജറ്റിൽ എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് ക്ഷമിച്ചിരിക്കുക, കാരണം ഇത് എന്തായാലും കുറച്ചൊരു വലിയ ലോങ് വീഡിയോ ആയിരിക്കും. കാരണം എല്ലാ ടെക്നോളജിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്തായാലും ഒരു ചായ എടുത്തിട്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ടി വി ചൂസ് ചെയ്യുന്നില്ല കുറച്ച് ഈ ടെക്നോളജി അറിയുന്നതിന് മുന്നേ കുറച്ച് ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഒരു ടി വി വാങ്ങുമ്പോൾ. ഒന്ന്, ഈ ടി വിൻ്റെ സൈസാണ്. ആ ഒരു സൈസ് ഓഫ് ദ ടി വിയും ഒരു വ്യൂയിങ് ഡിസ്റ്റൻസ്, ഈ ടി വി എത്ര ദൂരത്താണ് വെക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു സൈസ് ഓഫ് ദ ടി വിയുടെ സൈസ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഡെഫിനറ്റ്ലി വലിയൊരു ടി വി ആകുമ്പോൾ ഭയങ്കര രസമാണ്. അതിൻ്റെ അതിൽ നമുക്ക് പിക്ചർ കാണാനും കോണ്ടൻറ്റ് അതിൽ വ്യൂ ചെയ്യാനും എല്ലാം ഭയങ്കര രസം തന്നെയാണ്. അപ്പോൾ ആ ഒരു സൈസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളെ കോണ്ടൻറ്റിൻ്റെ ആ ഒരു ഇമ്പാക്റ്റും ഡെഫിനറ്റ്ലി കൂടുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ ബഡ്ജറ്റും കൂടും. അപ്പോൾ ഇന്നത്തെ ഒരു പോപ്പുലർ ടി വികളൊക്കെ പല ഡിഫറെൻറ്റ് സൈസ് ഓഫ് സ്ക്രീൻസ് ഉണ്ട്. അറൗണ്ട് 32 ഇഞ്ച് സ്ക്രീൻ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 40, 43, 50 ഇഞ്ച്, 55 ഇഞ്ച്, 65 ഇഞ്ച്, അങ്ങനെ അത് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമ്മൾ ടി വിയുടെ കറക്റ്റ് സൈസ് ആ ഒരു വ്യൂയിങ് ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ്. ഇപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ 55 ഇഞ്ചും 65 ഇഞ്ചും തമ്മിൽ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു പൈസൻ്റെ ഒരു 60,000 to 75,000 ഒക്കെ OLED ടി വിസിലൊക്കെ തന്നെ ആ ഒരു 10 ഇഞ്ച് സൈസ് ഡിഫറൻസിൽ തന്നെ നമുക്ക് ഡിഫറൻസ് വരും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ടി വി വെക്കുന്ന ചുമരുമ്പിൽ അല്ലെങ്കിൽ ടേബിളിൽ അവിടെ മുതൽ നിങ്ങൾ സാധാരണ ഇരുന്ന് ടി വി കാണുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഒരു മെഷറിംഗ് ടേപ്പ് വെച്ച് അളക്കുക. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു 6 അടി ആ ടി വിയിൽ നിന്ന് ദൂരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 43 ഇഞ്ച് സൈസാണ് ബെറ്റർ. ഇപ്പോൾ നിങ്ങളൊരു 7.5 ഫീറ്റ് ദൂരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു 52 ഇഞ്ച് ടി വി മതി. പിന്നെ ഒരു 8.5 ഇഞ്ച് ദൂരത്തിലാണെങ്കിലോ അതൊരു 65 ഇഞ്ച് ടി വിയെ ആവശ്യമുള്ളൂ. എത്രയോ ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് ഉണ്ട് നമുക്ക് ഈ ഒരു സൈസും ഈ ഒരു ദൂരത്തിനനുസരിച്ച് എത്ര സൈസ് വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തേത്, നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് കോണ്ടൻ്റ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് അധികവും. ഇപ്പം നിങ്ങൾ പ്ലേ സ്റ്റേഷനോ അല്ലെങ്കിൽ എക്സ്ബോക്സോ അങ്ങനെ ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഈ ടി വി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മൂവീസ് വാച്ച് ചെയ്യാനും അല്ലെങ്കിൽ മറ്റേ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ നിന്ന് ഫിലിംസ് കാണുവാനും യൂട്യൂബ് കാണുവാനും സ്ട്രീമിങ്ങിനോ ഒക്കെയാണോ നിങ്ങളുടെ താല്പര്യം, അതിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ്, ഈ സ്ക്രീനിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് ചൂസ് ചെയ്യണം. അപ്പോൾ പല ടി വികൾക്കും വേരിയബിൾ റിഫ്രഷ് റേറ്റ് സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ ഹയർ റിഫ്രഷ് റേറ്റുള്ള സ്ക്രീനും പിന്നെ NVIDIA സിങ്ക് അങ്ങനെ കുറച്ച് ടെക്നോളജീസൊക്കെ നിങ്ങൾ സ്പെക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഗെയിമിങ്ങിന് കൂടുതൽ ആണ് ഇത് ടി വി വാങ്ങുന്നതെങ്കിൽ അതാണ് നിങ്ങളെ പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു 120 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള സ്ക്രീന് വാങ്ങുക. ഇനി അതല്ല, നിങ്ങളൊരു യൂഷ്വൽ മൂവി കോണ്ടൻറ്റ് അങ്ങനത്തെ ഒക്കെ വാച്ച് ചെയ്യാനാണെങ്കിൽ നോർമൽ ടി വിസൊക്കെ തന്നെ ഇപ്പോൾ 60 ഹെർട്സ് സ്ക്രീൻസ് വെച്ചാണ് വരുന്നത്. 50 to 60 ഹെർട്സ് ആ ഒരു റിഫ്രഷ് റേറ്റുള്ള സ്ക്രീൻസ് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഇനി നിങ്ങൾ മൂവീസും കോണ്ടൻറ്റും ഒക്കെയാണ് നിങ്ങളെ പ്രയോറിറ്റി എങ്കിൽ ഡെഫിനറ്റ്ലി ടി വിയുടെ കളർ അക്യുറസിയും ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റ് റേഷ്യോയും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ടി വി ടെക്നോളജീസ് കവർ ചെയ്യുമ്പോൾ പറയാം.
ഇനി മൂന്നാമത്തത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ടി വിൻ്റെ ബാക്കിലുള്ള പോർട്സ് എന്തൊക്കെയാണ് അവൈലബിൾ പോർട്സ് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പോൾ HDMI പോർട്ട്, ആർക്ക്, പിന്നെ USB പോർട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നോർമൽ പോർട്ട്സാണ്. അപ്പോൾ നമ്മളൊരു ടി വി വാങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി ഹയർ HDMI സ്പെക്ക് ഉള്ള ടി വികൾക്ക് പോകുക. ഇപ്പോൾ HDMI സ്പെക്ക് 2.1, 2.2 അങ്ങനെയുള്ള മുകളിലേക്കുള്ള സ്പെക്കിന് പോകുക. ടി വി മാനുഫാക്ചറേഴ്സൊക്കെ പ്രൈസ് കുറച്ച് തന്നിട്ട് ഈ ഒരു സ്പെക്സ് ഒക്കെ അവർ കട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ നമുക്കത് നമ്മളിപ്പോൾ ചിലപ്പോൾ USB 2.0 അല്ലെങ്കിൽ 2.1 പിന്നെ HDMI 2.0 അങ്ങനെയുള്ള കോംപ്രമൈസസ് ഒക്കെ ഈ മാനുഫാക്ചറേഴ്സ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പോർട്സ് നമ്മൾ ശ്രദ്ധിക്കുക. HDMI ഞാൻ പറഞ്ഞ പോലെ 2.1 2.2 അതിന് മുകളിലൊക്കെ നോക്കുക. USB 3 തന്നെ ഉണ്ടെങ്കിൽ അത് പ്രിഫറബിൾ, അത് നോക്കുക. പിന്നെ മാക്സിമം നമ്പർ ഓഫ് പോർട്സ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നോക്കുക. ചില ടി വികളൊക്കെ 2 പോർട്ടേ തരുള്ളൂ. അപ്പോൾ ഇതെവിടെ മാറ്റർ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കൊരു സൗണ്ട് ബാർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓഡിയോ വീഡിയോ റിസീവർ, ഒരു ഹോം തിയേറ്റർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ ഒരു പോർട്ട് വേണം. പിന്നെ നിങ്ങൾക്കൊരു പ്ലേ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാൻ ഒരു പോർട്ട് വേണം. പിന്നെ നിങ്ങൾക്കൊരു ടാറ്റാ സ്കൈയോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ഓഫ് ബോക്സ് ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാൻ ഒരു പോർട്ട് വേണം. അപ്പോൾ തന്നെ 3 പോർട്ട് കഴിഞ്ഞവിടെ HDMI പോർട്ടുകൾ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പോർട്ടുള്ളത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് കിട്ടുമെങ്കിൽ നിങ്ങളത് മാക്സിമം വാങ്ങുക. പോർട്ടുള്ള ടി വികൾ തന്നെ വാങ്ങുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്ക് എന്ന് പറയുന്നത് ഒരു പണ്ട് ആർക്ക് എന്നായിരുന്നു, ARC എന്ന് കാണാൻ പറ്റും. നിങ്ങൾ ആ HDMIൻ്റെ ബാക്കിൽ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ അത് ആർക്കാണ് പുതിയ ടി വികൾക്കൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനൽ എന്നാണ്. അപ്പോൾ ആർക്ക് ഒരു ഫീച്ചറാണ്. അതായത് ഈ യൂസേഴ്സിന് ഓഡിയോ സിഗ്നൽ, അതായത് നമ്മളെ മറ്റേ വോയിസ് ഓഡിയോ സിഗ്നൽസ് ശരിക്കും ഫുൾ റെസൊല്യൂഷനിൽ അതിനോട് കണക്ട് ചെയ്തിരിക്കുന്ന HDMI കേബിളിൽ കൂടെ വിടാൻ സഹായിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾ ഈ ഒരു പല ഡിവൈസസ് ഈ പോർട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പല ഡിവൈസസിനെയും ടി വിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സൗണ്ട് ബാർ വെക്കുകയാണെങ്കിൽ ആർക്ക് പോർട്ടും ഇപ്പോഴത്തെ സൗണ്ട് ബാറുകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടി വിന്ന് ഡയറക്റ്റ് ആർക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ സൗണ്ട് ബാറിലേക്കും കണക്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഗെയിമിങ്ങിലേക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ പോർട്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരു പോർട്ടെങ്കിലും 120 Hz HDMI പോർട്ട് 4K ഉള്ള ഒരു ടി വി, ഒരു പോർട്ടുള്ള ഒരു ടി വി തന്നെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഗെയിമിങ്ങിനാണെങ്കിൽ നോക്കുന്നെങ്കിൽ. നാലാമത്തതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി എന്താ വെച്ചാൽ, നിങ്ങൾ ഈ ടി വി കാണാൻ പോകുന്ന അല്ലെങ്കിൽ ടി വി വെക്കാൻ പോകുന്ന ആ ഒരു റൂമിൻ്റെ നേച്ചറാണ്. അപ്പോൾ ഈ ഒരു റൂം വളരെ ബ്രൈറ്റ്, ഭയങ്കര സൂര്യവെളിച്ചം വരുന്ന ഒരു റൂമും പിന്നെ കുറേ ജനലുകളും അല്ലെങ്കിൽ വിൻഡോസ് ഉണ്ടോ, ഈ ടി വിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ജനലുണ്ട്, അവിടെ നിന്ന് ലൈറ്റ് അടിച്ച് റിഫ്ലക്റ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ കേർട്ടനൊന്നും ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കുറച്ചും നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഒരു ടി വി ടെക്നോളജിക്ക് പോകണം. പിന്നെ മാത്രമല്ല ഒരു നോൺ റിഫ്ലക്റ്റീവ് സ്ക്രീനും ആയിരിക്കണം. ചില സ്ക്രീനുകൾ ഭയങ്കര റിഫ്ലക്റ്റീവ് ആയിരിക്കും. നമുക്ക് അവിടെയുള്ള ബാക്കിലുള്ളത് കണ്ണാടി പോലെ തന്നെ ടി വിയിൽ തെളിഞ്ഞ് കാണും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പിക്ചറൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഈ ബ്രൈറ്റ്നസ്സും ഏതൊക്കെ പാനൽ ഏതൊക്കെ ടെക്നോളജിയിലാണ് കൂടുതൽ ബ്രൈറ്റ്നസ്, കുറവ് ബ്രൈറ്റ്നസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ടി വി ടെക്നോളജികളെ പറ്റി പറയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ മെയിനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഈ ഒരു 4 കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഇനി നമുക്ക് മെയിൻ ടി വി ടെക്നോളജീസിനെ പറ്റി കവർ ചെയ്യാം. പക്ഷേ നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയ റിക്വസ്റ്റ്. നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ അടിക്കുക. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റിവ്യൂ. അപ്പോൾ ടി വികളുടെ ഒരു എവല്യൂഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടി വികൾ സ്റ്റാർട്ട് ചെയ്ത് CRT, കാത്തോഡ് റേ ട്യൂബ്, അങ്ങനത്തെ പഴയ ടി വിയിൽ നിന്നാണ്. നിങ്ങൾക്കൊക്കെ പഴയ ആൾക്കാർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ഡൈനോറ ടി വി, പിന്നെ സാനിയോ, വീഡിയോകോൺ, അങ്ങനത്തെ പണ്ടത്തെ നമ്മളെ ടി വികളിലൊക്കെ BPL, സാനിയോ അങ്ങനെയുള്ള ബോക്സ് ടി വികൾ. അപ്പോൾ അതൊക്കെ ഈ CRT കാത്തോഡ് റേ ട്യൂബാണ്. അപ്പോൾ ഈ ബാക്കിൽ ഒരു ഗണ്ണുണ്ടാവും, ഈ കാത്തോഡ് റേ, അതിങ്ങനെ പ്രോട്ടോൺസ് ഇങ്ങനെ ഫയർ ചെയ്തിട്ടാണ് നമുക്കത് ടി വിയിൽ പിക്ചർ തെളിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പിക്ചർ കാണാൻ പറ്റുന്നത്. ആ ഒരു 80s 90s കിഡ്സിനൊക്കെ അത് ഓർമ്മ ഉണ്ടാവും. അതിൽ നിന്ന് ടെക്നോളജി മാറി റെയർ പ്രൊജക്ഷൻ TVs എന്നുള്ള ഒരു ഇതിലേക്ക് വന്ന് പിന്നെ പ്ലാസ്മ ടി വിയിലേക്ക്. അപ്പോൾ പ്ലാസ്മ ടി വിയാണ് കുറച്ചും കൂടെ ആ ഒരു കാലത്ത് ഫ്ലാറ്റ് ടി വി ആയിട്ട് പോപ്പുലർ ആയത്. ഈ ഒരു ടേം ഉണ്ടല്ലോ ഫ്ലാറ്റ് ടി വി, അത് പോപ്പുലർ ആക്കിയതും ഈ പ്ലാസ്മ ടെക്നോളജി ആയിരുന്നു. പിന്നെ ഉള്ളത് നമ്മളൊരു LCD TVsiലേക്കാണ് പിന്നെ കൂടുതൽ പോയത്.
അപ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ ടെക്നോളജീനെ പറ്റി പറയുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ടി വി ടെക്നോളജീസ്, ഡിസ്പ്ലേ ടെക്നോളജിയൊക്കെ 2 ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് മെയിൻലി. ഒന്ന് എമിസിവ് ഡിസ്പ്ലേ എന്ന് പറയും, 2 ട്രാൻസ്മിസിവ്. അപ്പോൾ ഈ എമിസിവ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്പ്ലേക്ക് സ്വന്തമായിട്ട് ബാക്ക് ലൈറ്റ്, സ്വന്തമായിട്ട് ഓരോ പിക്സലും, അതായത് ഒരു ചെറിയ ഒരു ഡിസ്പ്ലേൻ്റെ ആ സ്ക്രീനിലുള്ള ഒരു ഡിസ്പ്ലേ പിക്സലാണ്. ഈ പിക്സലിന് അതിന് സ്വന്തമായിട്ട് ടേൺ ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ OLED ആണ് അങ്ങനത്തെ ഒരു എമിസിവ് ഡിസ്പ്ലേ ഉള്ള ടി വി ടെക്നോളജി. OLED ടി വി സ്ക്രീനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഓരോ സിംഗിൾ പിക്സലിനെയും അതിനെ ഇൻഡിവിജ്വലായിട്ട് ഓണാക്കാനോ ഓഫാക്കാനോ ഉള്ള കഴിവുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എമിസിവ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എമിസിവ് ഡിസ്പ്ലേക്ക് ബാക്ക് ലൈറ്റ് ആവശ്യമില്ല. ഈ പിക്സലിനെ കാണിച്ചു തരുവാൻ വേണ്ടി ബാക്കിലൊരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അതിന് എമിസിവ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ കൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ടി വിൻ്റെ തിക്നെസ് വളരെ തിന്നായിരിക്കും. ഇപ്പോൾ നിങ്ങൾ OLED ടി വി ഇപ്പോൾ നമ്മൾ ഷോറൂംസിലൊക്കെ പോയി, ടി വി ഷോറൂംസിലൊക്കെ പോയി കാണുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, OLED ടി വി വളരെ തിന്നായിരിക്കും, ഭയങ്കര രസമാണ് കാണാൻ, ഭയങ്കര നേരിയ സ്ക്രീനായിരിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ബാക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല, ഒരു എക്സ്ട്രാ ബാക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല, അതിന് തന്നെ ഓണാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മാനുഫാക്ചറേഴ്സിന് ആ ഡിസ്പ്ലേ വളരെ തിന്നാക്കാൻ പറ്റും. ഇനി ഉള്ളത് ട്രാൻസ്മിസിവ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ട്രാൻസ്മിസിവ് ഡിസ്പ്ലേ ഒരിക്കലും അതിന് ഒറ്റക്കായിട്ട് ഓരോ പിക്സലും ഓണാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ബാക്ക് ലൈറ്റ്, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റോ LED-കളോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഡിസ്പ്ലേക്ക് കൂടുതൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റൂ കാര്യങ്ങൾ. അപ്പോൾ അതാണ് ട്രാൻസ്മിസിവ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് എക്സ്ട്രാ ലെയർ വെക്കേണ്ടതുകൊണ്ട് തന്നെ അത് TVs കുറച്ചും കൂടെ തടിയുള്ള TVs ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂഷ്വൽ നോർമൽ സ്റ്റാൻഡേർഡ് LED ടിവികളിലൊക്കെ നമ്മൾ OLED-നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ തടി, ആ TVൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ടി വി മാനുഫാക്ചറേഴ്സ് ഈ ഒരു ഏതെങ്കിലും ഒരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എമിസിവോ അല്ലെങ്കിൽ ട്രാൻസ്മിസിവോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു ടെക്നോളജിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പല ഫാൻസി പേരുകളും കൊടുക്കും, LED, QLED, QNED, OLED എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു 2 ഡിസ്പ്ലേ ടൈപ്പിലാണ് എല്ലാ ഡിസ്പ്ലേസും മാനുഫാക്ചറേഴ്സ് തരുന്നത്. ഇനി നമുക്ക് ഓരോ ടെക്നോളജിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് LCD. അപ്പോൾ ഈ പ്ലാസ്മ ടി വി ആണ് ഈ ഒരു ഫ്ലാറ്റ് ടി വി തുടക്കമിട്ടതെങ്കിലും നമ്മളെ LCD ടി വിയാണ് ഏറ്റവും അധികം മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയത്. അപ്പോൾ അതിന് മെയിനായിട്ടൊരു ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, അതാണ് LCD എന്ന് പറയുന്നത്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ആ ഡിസ്പ്ലേൻ്റെ ബാക്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ലാമ്പ് ഓർ ലൈറ്റ് അവർ കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് ചുമരുമ്പിലൊക്കെ ഇത് മൗണ്ട് വെക്കാൻ വളരെ ഈസി ആയതുകൊണ്ട് LCD ഭയങ്കര ഹിറ്റായി തുടങ്ങി, LCD ടെക്നോളജി. പക്ഷെ ആൾക്കാർക്ക് പിന്നെയാണ് അത് മനസ്സിലായത് LCDൻ്റെ ഒരു മെയിൻ വീക്ക്നെസ്, അതായത് ഇതിന് ബ്ലാക്ക് കളേഴ്സ്, അതായത് ബ്ലാക്ക് പിക്ചറുകൾ, ഒരു കളറുള്ള ഭാഗങ്ങൾ, പിക്ചറിൻ്റെ ഭാഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഒരു ഗ്രേ കളറോ അല്ലെങ്കിൽ ഭയങ്കര മിൽക്കി വൈറ്റിഷ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കാണിക്കുക. അപ്പോൾ അതൊരു വളരെ നമ്മൾ ആ ഒരു പിക്ചർ കാണുന്നൊരു എക്സ്പീരിയൻസ് തന്നെ അത് ഇല്ലാണ്ടാക്കുകയും ആയിരുന്നു. അപ്പോൾ പിന്നെ ആരോ മനസ്സിലാക്കി അത് ഓക്കെ, ഈ ഒരു ലാമ്പ്, ബാക്ക്ഗ്രൗണ്ടിൽ ലാമ്പ് വെക്കുന്നതിനെക്കാട്ടും ബെറ്ററായിട്ട് നമ്മൾ മുകളിലോ താഴെയും ഈ ചുറ്റും ഒക്കെ ആയിട്ട് LED ലൈറ്റ്സിൻ്റെ കുറച്ച് റോസ് വെക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലൊരു ഐഡിയ ആയിരിക്കും. കുറച്ചും കൂടെ ഈ ഒരു ഇതിനെ നമുക്ക് കുറക്കാൻ പറ്റും. മാത്രമല്ല TVൻ്റെ ഒരു തിക്നെസ്സിനെയും കുറക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് എല്ലാ TVയിലും കാണപ്പെടുന്ന LED ടെക്നോളജി ഉത്ഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ LED അപ്പോഴും LCD ഡിസ്പ്ലേ തന്നെയാണ്. ആകെയുള്ള ഡിഫറൻസ് എന്താ, ഈ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിന് പകരം LED ലൈറ്റുകൾ ഈ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് അവർ വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ LED രാജാവായി വാണിരുന്ന ഒരു സമയത്താണ് ഒരു 11-12 കൊല്ലങ്ങൾക്ക് മുന്നേ LG OLED TVs ഇറക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, OLED. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഇപ്പോൾ നമ്മൾ നേരത്തെ പ്ലാസ്മ TV പറഞ്ഞ പോലെ പ്ലാസ്മയിൽ ഗ്യാസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് ആ ഡിസ്പ്ലേ ഓണാക്കാനൊക്കെ. പക്ഷേ ഈ ഒരു OLEDയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ OLEDയിൽ ഓരോ ഈ ഒരു പിക്സലും ഓർഗാനിക് കോമ്പൗണ്ട് വെച്ചിട്ട് അതിൽ കറണ്ട് വിടുമ്പോൾ ഓരോ പിക്സൽസും ലൈറ്റപ്പ് ആവും. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചറിൽ റെഡ് കളറാണെങ്കിൽ റെഡ്, ഗ്രീൻ ആണെങ്കിൽ ഗ്രീന്, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, ആ ഒരു അങ്ങനെയുള്ള കറണ്ട് പാസ് ചെയ്തിട്ട് ആ ഒരു കളർ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പിക്ചർ കാണുന്നത്. അപ്പം ഇപ്പോൾ RGB റെഡ്, ഗ്രീൻ, ബ്ലൂ കളേഴ്സ് വെച്ചിട്ടാണല്ലോ ബാക്കിയുള്ള
എല്ലാ കളറിൻ്റെയും കോമ്പിനേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് OLED ഒരു സക്സസ്ഫുൾ ആയത്. അപ്പോൾ OLEDൻ്റെ ഒരു ഗുണം ഈ ഒരു ഓരോ ഇൻഡിവിജ്വൽ പിക്സലിനെയും ഓണാക്കാനും ഓണാക്കാനും ഓഫാക്കാനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഈ ഒരു OLEDs ഭയങ്കര തിന്നും കളർ കോൺട്രാസ്റ്റൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഒരു ഡിസ്പ്ലേ ആയി മാറി തുടങ്ങി. അപ്പോൾ ബ്ലാക്ക് ഏറ്റവും ഭയങ്കര രസമുള്ളത് ഈ OLED TV യിൽ കാണാൻ ബ്ലാക്ക്സ് ആണ്. അത് ഒരിക്കലും ഒരു ഗ്രേയോ വൈറ്റിഷ് ഗ്രേയോ ആയിട്ട് നമ്മൾ LCDയിലോ അല്ലെങ്കിൽ നോർമൽ LED TVയിലോ കാണുന്ന പോലെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് LED ഫുള്ള് കത്തിച്ച് വിടേണ്ട ആവശ്യമില്ല ബ്ലാക്ക് കാണിക്കുമ്പോൾ. അപ്പോൾ OLED TV എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ കംപ്ലീറ്റ് ബ്ലാക്ക് ആണെങ്കിൽ ആ ബ്ലാക്ക് വരുന്ന ഭാഗങ്ങളിൽ കംപ്ലീറ്റ് പിക്സൽസ് അങ്ങ് ഓഫാക്കി കളയും. അപ്പോൾ അത് ഭയങ്കര പിച്ച് ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു OLEDൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ്. പിന്നെ പക്ഷേ OLEDക്ക് മറ്റേ ഡൗൺ സൈഡ് ഇല്ല എന്നല്ല. അതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ ബ്രൈറ്റ്നസ് അത്ര കൂടുതലല്ല. ഇപ്പം നമ്മൾ മിനി LED TVs എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് LED TVs എടുക്കുകയാണെങ്കിൽ OLED TV അത്ര ബ്രൈറ്റ് അല്ല. പക്ഷേ നമ്മളിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് അതായത് അഡ്വാൻസ്ഡ് OLED ടെക്നോളജിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ LGയിൽ നിന്ന് ഇപ്പോൾ LGൻ്റെ G3 മോഡൽ, അപ്പോൾ LG ഇവോ മോഡൽസ് ഇവോ എന്ന് എഴുതിയിട്ടുണ്ടാവും. അങ്ങനത്തെ ആ പാനലുകളൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് മൈക്രോ ലെൻസ് എറേ MLA OLED ടെക്നോളജി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ കുറേയൊക്കെ ഈ ബ്രൈറ്റ്നസ് ഇഷ്യൂ അവർ സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് പണ്ടത്തെ ഒരു 2 കൊല്ലം മുന്നുള്ള OLED ഡിസ്പ്ലേ TVയിലും ഏറ്റവും മറ്റേ എന്താ പറയുക LGൻ്റെയും സോണീൻ്റെയൊക്കെ ഏറ്റവും താഴെ റേഞ്ചിൽ നിൽക്കുന്ന TVകൾ OLED TVയിലൊക്കെ ബ്രൈറ്റ്നസ് കുറച്ച് കുറവായിരിക്കും മുകളിലത്തേനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത് ഈ ഒരു OLEDൻ്റെ ഒരു പോരായ്മയാണ്. പിന്നെയുള്ള OLEDൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ബേൺ-ഇൻ എഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇതും കുറേ മുന്നേ ഉണ്ടായിരുന്ന പ്രശ്നമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു ഏതെങ്കിലും ഒരു ചാനലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി ഒരു കുറേ നേരത്തിന് ഒരു 2-3 days കണ്ടിന്യൂസ്ലി നിങ്ങൾ 24 hours അതിങ്ങനെ കണ്ടുകൊണ്ട് ആ സ്ക്രീൻ മാത്രം വെക്കുകയാണ്, നിങ്ങൾ വേറെ ഒന്നും മാറ്റുന്നില്ല, ആ ഒറ്റ ഇതാണ് കാണുന്നതെങ്കിൽ ആ ഒരു പിക്ചറിൽ കാണിക്കുന്ന സംഗതി അങ്ങനെ തന്നെ ഒരു ഗോസ്റ്റ് ഇമേജ് പോലെ അവിടെ ഇങ്ങനെ കാണാൻ തുടങ്ങും. നമ്മളിപ്പോൾ TV ഓഫാക്കിയാലോ അല്ലെങ്കിൽ ചാനൽ മാറ്റി കഴിഞ്ഞാലോ ഒക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ CNN കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ TVൻ്റെ താഴെ ഭാഗത്ത് CNN ലോഗോ കാണുമല്ലോ. അപ്പോൾ ഒരു 3 days നിങ്ങൾ കണ്ടിന്യൂസ്ലി അത് തന്നെ ഇട്ട് ഓഫാക്കിയില്ല TV, ആ ചാനൽ മാറ്റിയില്ല, അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നിങ്ങളൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചാനൽ മാറ്റിക്കഴിഞ്ഞാൽ ആ CNN ലോഗോ ഉള്ളിടത്ത് അതിങ്ങനെ ഒരു ഗ്രേ ഇങ്ങനെ പതിഞ്ഞ പോലെ കാണും. അപ്പോൾ ഇതിനെയാണ് ഈ ബേൺ-ഇൻ എഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ടെക്നോളജി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ LG ഒക്കെ പിക്സൽ ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ ടെക്നോളജി കൊണ്ടുവന്നിട്ട് അതൊന്നും ഇപ്പം ഇല്ല. പിന്നെ പ്രാക്ടിക്കലി നമ്മളൊരു ചാനലൊന്നും ഫുൾ ടൈം 3 ദിവസം കണ്ടിന്യൂസ്ലി 24 hours ഒന്നും ഒരു സാധനം നമ്മൾ സ്ക്രീനിൽ ഇടാൻ പോകുന്നില്ലല്ലോ. ഒരു 10-15 അല്ലെങ്കിൽ ഒരു ഫിലിം 1 hour കണ്ട് നമ്മൾ ചാനൽ മാറ്റും. അതിനൊന്നും ഒരു പ്രശ്നമില്ല. OLEDക്ക് ഈ ബേൺ-ഇൻ ഇഷ്യൂ ഒന്നും അതിനെ എഫക്റ്റ് ചെയ്യൂല. അപ്പോൾ നിങ്ങളൊരു ഭയങ്കര ബ്രൈറ്റ് റൂമിലാണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയിൻ്റ്, അതായത് ആ റൂമിൽ ഭയങ്കര കുറേ ജനലുകളുണ്ട്, വിൻഡോസ് ഉണ്ട്, വളരെയധികം സൂര്യപ്രകാശം വരുന്നുണ്ട്, റിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് OLED TVക്ക് പോകാത്തതാണ് നല്ലത്. പക്ഷെ നിങ്ങൾക്ക് കേട്ടനൊക്കെ ഇട്ട് ഇരുട്ടാക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എക്സ്പെൻസീവ് TV, ഒരു പ്രീമിയം TVക്ക് നിങ്ങൾ പോകാൻ റെഡിയാണ്, പൈസ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ OLED ടെക്നോളജീസിന് പോവുകയാണെങ്കിൽ ബ്രൈറ്റ്നസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ LGൻ്റെ G3, സോണീൻ്റെ A95L എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2024 TVs അതൊക്കെ നല്ല ബ്രൈറ്റ്നസ് ഉള്ള TVs ആണ്. പക്ഷേ ഓൾമോസ്റ്റ് 2-3 lakhs ഒക്കെ വരുന്ന മോഡൽസാണ് ഇതൊക്കെ. അപ്പോൾ ഇനി നമ്മൾ ബ്രൈറ്റർ ആയിട്ടുള്ള LED ടെക്നോളജീസ്, കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള LED ടെക്നോളജി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ നെക്സ്റ്റ് കവർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ OLED TVൻ്റെ ആ ഒരു അമേസിങ് വിഷ്വൽ എക്സ്പീരിയൻസ് മാച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ആസ് ഓഫ് നൗ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ടെക്നോളജീസിനെ. അപ്പം OLED ഒരു 10 കൊല്ലം മുന്നേ തുടങ്ങിയപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ അത് പ്രൈസസ് നല്ലോണം താണിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും എക്സ്പെൻസീവ് ആണ് ബാക്കിയുള്ള മോഡൽസിനെ ടെക്നോളജീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ.
സംഭവം. അപ്പോൾ LG ആണ് യൂഷ്വലി OLED സ്പേസിൽ ഇപ്പോഴത്തെ ഏറ്റവും മെയിൻ പ്ലെയർ. അവർ കുറച്ച് കാലം മുന്നേ വരെ ഇപ്പോൾ നിങ്ങൾ സോണിയിലും അല്ലെങ്കിൽ പാനസോണിക്കിലൊക്കെ നിങ്ങൾക്ക് OLED TV കിട്ടുമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും LG തന്നെയാണ് അവർക്ക് ഈ പാനൽ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, സാംസങ് LGയും ബദ്ധ ശത്രുക്കളാണ് സൗത്ത് കൊറിയയിൽ നിന്നുള്ള. അപ്പം സാംസങ്ങിന് ഈ OLED LG ഇങ്ങനെ ഒരു TV ടെക്നോളജീൻ്റെ പോസ്റ്റർ ബോയ് ആയി നടക്കുകയും പിന്നെ അവർ ഭയങ്കര സെയിൽസ് നേടാനും തുടങ്ങിയപ്പോൾ സാംസങ്ങിന് അത് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ സാംസങ് ഒരു ഐഡിയ പ്രയോഗിച്ചത് എന്താ വെച്ചാൽ, ഓക്കെ നമ്മളുടെ അടുത്ത് ഇപ്പോൾ LED ടെക്നോളജിയാണ്, OLED ടെക്നോളജി നമ്മളെ കയ്യിലില്ല. അപ്പോൾ ഈ LED ടെക്നോളജീൻ്റെ മുന്നിൽ, ആ ലെയറിൻ്റെ മുന്നിൽ നമുക്കൊരു ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നാനോ പാർട്ടിക്കിൾസ് ഉള്ള ഒരു ലെയർ കൊണ്ടുവന്ന് അതിൻ്റെ മുന്നിൽ വെക്കാം എന്ന് സാംസങ് തീരുമാനിച്ചു. അപ്പോൾ ആ ഒരു നാനോ പാർട്ടിക്കിൾ, അതായത് ക്വാണ്ടം ഡോട്ട് ലെയറിലേക്ക് കറണ്ട് കൊടുത്ത് വിടുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് ഷൈൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ഇതായിട്ട് കളറും ബ്രൈറ്റ്നസ് ആയിട്ട് കിട്ടും, കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പിക്ചർ കാണുമ്പോൾ നല്ല എഫക്റ്റുള്ള, നല്ല കളറും നല്ല കോൺട്രാസ്റ്റൊക്കെ ഉള്ളൊരു TV ആണല്ലോ ഇതെന്ന് വിചാരിക്കും നമ്മൾ. അപ്പം അങ്ങനെ സാംസങ് ഈ ഒരു LED ഉള്ള ബാക്ക് ലൈറ്റിനെ കുറച്ചും കൂടെ ബ്രൈറ്ററും കുറച്ചും കൂടെ കളർഫുള്ളും ആക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ അതിനൊരു പേരിട്ട് QLED TV. അപ്പോൾ ഒബ്വിയസ്ലി ആ അതിൻ്റെ ഫസ്റ്റിലെ ക്വാണ്ടം ഡോട്ടിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാംസങ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഈ സാംസങ് ബാക്കിയുള്ള ബ്രാൻഡുകളോടും പറഞ്ഞു, നമ്മളെ പ്രൊപ്രൈറ്ററി ടേം ഒന്നുമല്ല, നിങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങളെ TVക്ക് ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് QLED എന്ന് പേരിട്ടിട്ട് നിങ്ങളും വിൽക്കാൻ തുടങ്ങിക്കോ. അങ്ങനെ അതിന് വളരെ സാംസങ്ങിൻ്റെ മാർക്കറ്റിംഗ് മസിൽ വെച്ചിട്ട് അവരത് മാസ് മാർക്കറ്റൊക്കെ ചെയ്തിട്ട് ആ ഒരു പിക്ചർ ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കസ്റ്റമറിൻ്റെ ഇടയിൽ. അതായത് QLED കുറച്ചും കൂടെ ഒരു നല്ല സംഭവമാണ് എന്നൊക്കെ ഉള്ളൊരു ഇമ്പ്രഷൻ കൊണ്ടുവന്ന്. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും അവിടെ വാങ്ങിച്ച ആൾക്കാർക്കൊക്കെ കുറച്ചൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് 3 കാര്യങ്ങളാണ് കാണാൻ പറ്റിയത്. ഒന്ന്, ബ്ലൂമിംഗ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റാണ്. അപ്പോൾ ബ്ലൂമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു TV ഉണ്ടാകുന്ന ഇപ്പോൾ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റും ഈ ഇങ്ങനെ ഡയറക്റ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുറച്ചും കൂടെ ഒരു ലൈറ്റ് കുറച്ചും കൂടെ ഇങ്ങനെ ബ്ലൂം ചെയ്ത് പോകുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. പിന്നെ ഉള്ളത് ഹാലോ എഫക്റ്റ് ഉണ്ടാവും. അതായത് അതിന് ചുറ്റും ഇങ്ങനെ ഒരു ഭയങ്കര ഇങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ ഇൻക്രീസ് ആയ പോലത്തെ ഉള്ള ഒരു എഫക്റ്റ് കാണിക്കും. പിന്നെ അത്ര ബ്ലാക്ക് ലെവൽസും അത്ര ഇംപ്രൂവ്ഡ് ആയിരുന്നില്ല QLED TVയിൽ. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഈ ട്രാൻസ്മിസിവ് ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് അവർക്ക് ബാക്ക് ലൈറ്റ് ഇല്ലാതെ അവർക്ക് അവരുടെ ഡിസ്പ്ലേ ഇതാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് QLED TV എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ രണ്ടാമത്തെ ട്രാൻസ്മിസിവ് ഡിസ്പ്ലേയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് എന്താ പറയുക, ബ്ലാക്ക് ലെവൽസ് കറക്റ്റ് ബ്ലാക്ക് ആക്കി കാണിക്കാൻ പറ്റാതായി തുടങ്ങി. അപ്പോൾ അപ്പോഴും OLED ആണ് രാജാവ്. കാരണം എന്താ വെച്ചാൽ അവർ എമിസിവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് അവർക്കത് ഈച്ച് ഇൻഡിവിജ്വൽ പിക്സൽ ഓണാക്കാനും ഓഫാക്കാനും പറ്റുന്നതുകൊണ്ട് കുറച്ചും കൂടെ ബ്ലാക്സ് ഒക്കെ നല്ലോണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ അവർ വിചാരിച്ചു, ഓക്കെ ഈ QLED TVനെ നമുക്ക് എന്തുകൊണ്ട് കുറച്ചും കൂടെ ബ്രൈറ്റർ ആക്കിക്കൂടാ. അങ്ങനെയാണ് മിനി LED TV എന്ന് പറഞ്ഞ ടെക്നോളജി പിന്നീട് വന്നത്. അപ്പം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഷീർ ബ്രൂട്ട് ഫോഴ്സ് പോലെ കുറേ മിനി LEDs അങ്ങോട്ട് ഈ ക്വാണ്ടം ഇതിൻ്റെ ലെയറിൻ്റെ കൂടെ അങ്ങ് പാക്ക് ചെയ്തിട്ട് ഭയങ്കര ബ്രൈറ്റ്നെസ്സും ഭയങ്കര കുറച്ചും കൂടെ കോൺട്രാസ്റ്റ് ലെവലും ഒക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ ആക്കി കൊണ്ടുവന്നു. അപ്പോൾ ഈ മിനി LED TVസിൽ കുറേയൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഹാലോ എഫക്റ്റും ബ്ലൂമിങ്ങും പിന്നെ ബ്ലാക്ക് ലെവൽസ് കുറച്ചും കൂടെ ഇമ്പ്രൂവായി. അപ്പോൾ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ ഇമ്പ്രൂവായി. അപ്പോൾ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും ഇത് LED TV തന്നെയാണ്, ഒരു ബാക്ക് ലിറ്റ് TV തന്നെയാണ്. പക്ഷേ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള LED ടെക്നോളജിയാണ് ഇപ്പോൾ മിനി LED TVകളിൽ ഉള്ളത്. അപ്പോൾ ഇൻ എഫക്റ്റ് നമുക്കതിന് മിനി LED QLED TV എന്ന് തന്നെ വിളിക്കാം. QLED TVൻ്റെ ഒരു റിഫൈൻഡ് വേർഷനാണ് മിനി LED TVകൾ. ഇപ്പം ആസ് ഓഫ് നൗ മാർക്കറ്റിൽ OLED ടെക്നോളജി നല്ല എക്സ്പെൻസീവാണ്. അപ്പം നിങ്ങൾക്ക് അതിന് പോകാൻ പറ്റൂല. അതിൻ്റെ കുറച്ച് താഴെയുള്ള ഇപ്പം മേ ബി ഒരു 70,000 to 90,000 റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു 65,000 to 90,000 റേഞ്ചിലൊരു നല്ലൊരു TV നോക്കണമെങ്കിൽ OLEDക്ക് താഴെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മിനി LED തന്നെയാണ് ഒരു ഗുഡ് ടെക്നോളജി ഇപ്പം നമുക്ക് എല്ലാം കൊണ്ടും നോക്കാൻ പറ്റുന്നത്.
അപ്പോൾ നമ്മൾ ഈ ഒരു ടി വിൻ്റെ നമ്മൾ പറയില്ല ഫുഡ് ചെയിൻ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ചീപ്പായിട്ടുള്ളത് നമ്മൾ യൂഷ്വൽ LED TV, ബാക്ക്ലിറ്റ് ഡിസ്പ്ലേ ഉള്ള LCD TV-കൾ. ഇപ്പം നമ്മൾ ഓൺലൈൻ സ്റ്റോറിലൊക്കെ നോക്കി ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ പല ലോക്കൽ ബ്രാൻഡുകളുണ്ട്. ഫ്ലിപ്കാർട്ട് തന്നെ പല ബ്രാൻഡുകൾ ഈ ഇത് മേടിച്ച് വെച്ചിരിക്കുകയാണ്, ബ്രാൻഡ് നെയിം. ഫോർ എക്സാമ്പിൾ ഐ തിങ്ക് മോട്ടറോള TV, ഡയനോറ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ബോക്സ് TV-കൾ ഒക്കെ ഉണ്ടായിരുന്ന ഡയനോറ കമ്പനീൻ്റെയൊക്കെ ഡയനോറ എന്നുള്ള ഒരു ടേം, ആ ഒരു ട്രേഡ് നെയിമൊക്കെ അവർ വാങ്ങിച്ച് വെച്ചിട്ട് ഈ ചൈനയിൽ നിന്ന് കുറേ ഭയങ്കര ലോ കോസ്റ്റിന് സാധാ ബേസിക് LED TV-കൾ അടിച്ചിട്ട് അവർ ഓൺലൈൻ വെക്കുന്നുണ്ട് ഭയങ്കര ചെറിയ പ്രൈസിന്, 22,000 ഉള്ള റേറ്റിനൊക്കെ. അപ്പോൾ ഇതൊക്കെ വളരെ പിക്ചറൊക്കെ വളരെ മോശമായിരിക്കും. നിങ്ങൾ വിചാരിക്കും LED TV എനിക്ക് 20,000 റുപ്യക്ക് 50 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 43-44 ഇഞ്ചിൻ്റെ ഒക്കെ TV എനിക്ക് ഇത്രയൊക്കെ കിട്ടുന്നല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഡിസ്പ്ലേ ഒന്നും നിങ്ങൾ അധികം ബോധേഡ് അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷേ TV എക്സ്പീരിയൻസ്, വ്യൂയിങ് എക്സ്പീരിയൻസ് വളരെ മോശമായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോൾ LED ആണ് ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് ഒരു ടെക്നോളജി. പിന്നെ അതിൻ്റെ മുകളിലാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ QLED ടെക്നോളജി വന്നത്, കുറച്ചും കൂടെ ഒരു ബെറ്റർ ബ്രൈറ്റ്നസ്സും കുറച്ചും കൂടെ ബെറ്റർ കളറും പിന്നെ വന്നതാണ്. പിന്നെ അവർ ഈ QLEDൻ്റെ മുകളിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയതാണ് മിനി LED TV ആയത്. അപ്പോൾ QLED TVൻ്റെ അതായത് ക്വാണ്ടം ലെയറിൻ്റെ മുകളിൽ അവർ പിന്നെ മിനി LEDs പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ മിനി LED QLED ടെക്നോളജി വന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടെ നല്ല ബ്രൈറ്റ്നസ്സും നല്ല കളേഴ്സും കുഴപ്പമില്ലാത്ത ബ്ലാക്ക് ലെവൽസും ഒക്കെ കൊണ്ടുവന്നു. അപ്പം പിന്നെ അതിൻ്റെയും മുകളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസിൽ OLED ടെക്നോളജിയാണ് ഇപ്പം ഏറ്റവും രസമുള്ളത് TV കാണാൻ, പിക്ചറൊക്കെ. അപ്പം OLEDനേക്കാളും എഫോർഡബിൾ മിനി LED ആണ്. OLED കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പം പിന്നെ ഇപ്പോഴത്തെ OLED ടെക്നോളജി എടുത്തു കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് OLED ടെക്നോളജി നമുക്ക് കാണാം. സ്റ്റാൻഡേർഡ് OLED, അതായത് യൂഷ്വൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് OLED ടെക്നോളജി, പിന്നെ മൈക്രോ ലെൻസ് എറേ OLED, MLA OLED എന്ന് പറയും, പിന്നെ അതിൻ്റെയും മുകളിൽ QD OLED ടെക്നോളജി എന്ന് പറയും. അപ്പോൾ ഇത് മൂന്നുമാണ് ഇപ്പോൾ OLED ടെക്നോളജിയിൽ നടക്കുന്ന, മറ്റേ കസർത്ത് കളിക്കുന്ന 3 ടെക്നോളജീസ്. എനിക്കറിയാം ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങളിതെല്ലാം കേട്ടോടുകൂടി നിങ്ങളെ ബ്രെയിനൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ പക്ഷേ ഈ ഒരു കുറച്ചും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ടെക്നോളജീസിനെ പറ്റി. ഇപ്പോൾ MLA QD OLEDകളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. അപ്പോൾ MLA എന്താണെന്ന് വെച്ചാൽ LG ഈ ഒരു അവരെ ഈ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള OLED പിക്സൽസിൻ്റെ മുകളിൽ മൈക്രോ ലെൻസുകൾ ഇങ്ങനെ വെച്ചിട്ട് അത് ഒരു മാഗ്നിഫയിങ് ലെൻസ് പോലെ ഈ ഉള്ള ബ്രൈറ്റ്നസ്സും കൂടെ ഭയങ്കര കൂടുതൽ ബ്രൈറ്റ് ആക്കിയിട്ട് കളറും കൂടെ കുറച്ചും കൂടെ കോൺട്രാസ്റ്റ് കൂട്ടിയിട്ട് കാണിക്കുന്ന ഒരു ടെക്നോളജിയാണ് MLA ടെക്നോളജി. അപ്പോൾ വേറെ ഒന്നും ചെയ്യാതെ തന്നെ LGക്ക് പഴയ ടെക്നോളജി, അതായത് പഴയ ആ ഒരു ഡിസ്പ്ലേൻ്റെ മുകളിൽ തന്നെ കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പാനലാണെന്ന് പറഞ്ഞ് അവരിപ്പോൾ MLA OLED വിൽക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ വിചാരിക്കും ഞാൻ ഇനിയിപ്പോൾ TV ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു ടെക്നോളജീസൊക്കെ ഞാൻ കേൾക്കുള്ളൂ. അല്ല, ഇനി ഒരു 2 എണ്ണം കൂടെ ഒരു പുതിയ TV ടെക്നോളജി അല്ല, പക്ഷെ മാർക്കറ്റിംഗ് ടേംസ്, ഒരു മാർക്കറ്റ് ചെയ്യുന്നതിലുള്ള ഒരു ഡിഫറൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ കാണും സാംസങ്ങിൽ നിന്ന് നിയോ QLED TVs എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഒന്നുമല്ല, ഇപ്പം നമ്മൾ നേരത്തെ കവർ ചെയ്ത് മിനി LED TV തന്നെയാണ്, പക്ഷേ സാംസങ് അതിന് അവർ കൊടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് പേരാണ് നിയോ LED എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഈ മിനി LED QLED TVക്ക് LG കൊടുക്കുന്ന ഒരു പേരാണ് QNED എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് ഈ 2 കമ്പനികളുടെ മാർക്കറ്റിംഗ് ടേംസ് മാത്രമാണ് ഇത്. എസെൻഷ്യലി അത് മിനി QLED TV തന്നെയാണ്. പിന്നെയുള്ള ഒരു ലേറ്റസ്റ്റ് ഇതെന്ന് വെച്ചാൽ മൈക്രോ LED ആണ്. അപ്പോൾ ഇത് വളരെയധികം എക്സ്പെൻസീവ് ആണ്. ഇത് ഒരു ഹോം യൂസ് അങ്ങനത്തേലൊന്നും നമ്മൾ കാണുന്നില്ല. ഭയങ്കര ബിഗ് കമേഴ്ഷ്യൽ യൂസ്, വളരെ വലിയ കമേഴ്ഷ്യൽ യൂസിനുള്ള വലിയ സ്ക്രീനിലൊക്കെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഹോം യൂസൊക്കെ എത്താൻ കുറച്ച് കാലം കൂടെ എന്തായാലും പിടിക്കും. അപ്പോൾ സമ്മറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മണി ഒരു പ്രോബ്ലം അല്ല. നിങ്ങൾ വളരെയധികം പ്രീമിയം ആയിട്ടുള്ള ഒരു ടെക്നോളജിക്ക് പോകണം, നല്ല വിഷ്വൽസും നല്ല പിക്ചർ ക്വാളിറ്റിയുള്ള ഒരു TV വേണം എന്നുള്ള ഒരു ഇതാണെങ്കിൽ, ബഡ്ജറ്റ് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ QD OLED ഓർ MLA OLED ടെക്നോളജിക്ക് പോകുക. ഇപ്പോൾ LGൻ്റെ G3 മോഡലും സോണീൻ്റെ A95L ഒക്കെ 2024 ലേറ്റസ്റ്റ് ഇങ്ങനത്തെ ടോപ്പ് ഓഫ് ദ ലൈൻ OLED ടെക്നോളജി TVs ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാം. പക്ഷേ ഇത് ഓൾമോസ്റ്റ്
എനിക്ക് തോന്നുന്നൊരു 2-3 lakhs റേഞ്ചിലൊക്കെ വരും. അപ്പോൾ അത്രയും പൈസ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനില്ല എങ്കിൽ നിങ്ങളെ ബഡ്ജറ്റ് അത്രയും പ്രീമിയം കാറ്റഗറി അല്ലെങ്കിലും നിങ്ങൾക്ക് OLED അതിൻ്റെ ഈ LGൻ്റെ ഒക്കെ കുറച്ചും കൂടെ താഴെയുള്ള മോഡൽസ് നോക്കിയാൽ ഇപ്പോൾ LG C സീരീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ C3 എന്ന് പറഞ്ഞ മോഡലൊക്കെ കുറച്ചും കൂടെ പ്രൈസ് കുറവാണ്. പക്ഷേ നല്ല OLED, നല്ല കളറും നല്ല കോൺട്രാസ്റ്റും OLEDൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു 1 year മുന്നേ ഉള്ള മോഡൽസ് LG ഉണ്ടത്, ഇപ്പോൾ B സീരീസ്, B10 അങ്ങനത്തെ മോഡൽസൊക്കെ, അതും B2, B3 അങ്ങനത്തെ മോഡൽസ്, B10 പിന്നെയും പഴയ മോഡൽസ് അങ്ങനത്തെ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ ബാർഗെയിൻ പ്രൈസസിന് ഓൺലൈനിലൊക്കെ കിട്ടും. അതും വലിയ കുഴപ്പമൊന്നുമില്ല. ബ്രൈറ്റ്നസ് കുറച്ച് കുറവായിരിക്കും, ഇമേജ് പ്രോസസ്സിങ് ചിപ്പ് പഴയതായിരിക്കും, എങ്കിൽ പോലും നിങ്ങൾക്ക് OLEDൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഓൾസോ LGൻ്റെ A1, A2 അങ്ങനത്തെ OLED മോഡൽസും കാണും. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ചീപ്പറായിട്ടുള്ള OLED മോഡൽസാണ്. ഇത് അവർ എക്സ്ക്ലൂസീവ്ലി ഓൺലൈൻ മാത്രം, ആമസോണോ ഫ്ലിപ്കാർട്ടിൽ കൂടെ ആയിട്ട് മാത്രം LG വിൽക്കുന്ന മോഡൽസാണ് ഈ A1, A2 അങ്ങനത്തെ OLED മോഡൽസ്. അപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് അത്ര ഹൈ അല്ല, പക്ഷേ നിങ്ങൾക്ക് OLED TV തന്നെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ A സീരീസിനും നിങ്ങൾക്ക് പോകാവുന്നതാണ്. പിന്നുള്ളത് നമ്മൾ പിന്നെ നിങ്ങൾക്ക് OLEDക്ക് എനിക്ക് അത്ര പൈസ ചിലവാക്കാനില്ല, അത്ര പൈസ ഒരു TV ക്ക് ചിലവാക്കേണ്ട എന്നുള്ളതാണെങ്കിൽ പിന്നെയുള്ള നെക്സ്റ്റ് ബെസ്റ്റ് പിക്ചർ ടെക്നോളജി നമുക്ക് മിനി LED TVസിന് പോകാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LG അതിന് QNED TV എന്നാണ് പറയുന്നത്, സാംസങ് നിയോ LED TVs എന്നാണ് പറയുന്നത്. അപ്പോൾ മിനി LED TV ഇപ്പം പല ബ്രാൻഡുകളും ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഹൈസെൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, പിന്നെ VU, പിന്നെ തോഷിബ, അങ്ങനെ പല ബ്രാൻഡുകളും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഹൈസെൻസ് എടുത്തു കഴിഞ്ഞാൽ പലർക്കും അറിയാത്തൊരു ബ്രാൻഡാണ് ഹൈസെൻസ് ചൈനീസ് മാനുഫാക്ചറാണ്. പക്ഷേ അവർ വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് TVകൾ വിൽക്കുന്ന ഒരു ഭയങ്കര കുറച്ച് കാലമായിട്ടുള്ള ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ചെറുതായി കാണേണ്ട, അവർ നല്ല മറ്റേ വലിയൊരു ആഫ്റ്റർ സെയിൽസ് നെറ്റ്വർക്ക് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അവരുടെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ കണ്ടത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വേൾഡ് കപ്പാണെന്ന് തോന്നുന്നു, ഫുട്ബോളിലൊക്കെ ഹൈസെൻസ് ആണ് ഒരു സ്പോൺസറായിട്ട്, മേജർ ഗ്ലോബൽ സ്പോൺസറായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കമ്പനീൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവുമല്ലോ. പിന്നെ ഇപ്പോൾ തോഷിബ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിൽ തോഷിബ ഓൺലൈനിൽ വിൽക്കുന്ന TVകളൊക്കെ, LED TVകളൊക്കെ ഹൈസെൻസ് ആണ് തോഷിബക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇമേജ് പ്രോസസ്സിംഗ് അൽഗോരിതം തോഷിബ കൊടുക്കുന്നത് മാത്രമേ ഹൈസെൻസിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് തോഷിബ TVസിനുണ്ട്. ഹൈസെൻസിനെക്കാട്ടും കുറച്ചും കൂടെ കളർ റിപ്രൊഡക്ഷനൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ എങ്കിൽ പോലും TV ഉണ്ടാക്കി കൊടുക്കുന്നത് ഹൈസെൻസ് ആണ് തോഷിബക്ക്. അപ്പോൾ അതേപോലെ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഒരു പല മാനുഫാക്ചറേഴ്സിനെയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എനിക്കറിയാം വീഡിയോ വളരെ കുറച്ച് ലോങ് ആയിരുന്നെന്ന്, പക്ഷേ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ ടെക്നോളജീസ് പറഞ്ഞുതരാൻ പറ്റുകയും അതിൻ്റെ പ്രോസും കോൺസും ഒക്കെ മനസ്സിലാക്കി തരുവാൻ സാധിക്കുകയും ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളെ കമൻറ്റ്സ് ഈ വീഡിയോൻ്റെ അടിയിൽ പറയുക. നിങ്ങളെ ഡൗട്ട്സ് ചോദിക്കാം. പിന്നെ നിങ്ങളുടെ തോട്ട്സ് എന്താണ്, നിങ്ങൾക്ക് ഈ ടെക്നോളജീസിനെ പറ്റിയുള്ള തോട്ട്സ്, അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഈ കമൻസിൽ പറയാം. എന്തായാലും നിങ്ങളത് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓൾസോ ആരെങ്കിലും നിങ്ങളെ കുടുംബക്കാരോ പരിചയക്കാരോ ഫ്രണ്ട്സോ ആരെങ്കിലും TV വാങ്ങാൻ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഹെൽപ്ഫുള്ളായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് for Gizmonk.